സമകാലികം. പാചകവാതക വാണിജ്യ സിലിണ്ടറുകളുടെയും അവശ്യ സാധനങ്ങളുടെയും വില വർധനയിൽ പിടിച്ചു നിൽക്കാനാവാത്ത സാഹചര്യമാണ് നേരിടുന്നതെന്ന് ഹോട്ടൽ ഉടമകൾ പറയുന്നു. ഒരു ചായ കുടിച്ചിറങ്ങുമ്പോൾ പോലും ആ സാഹചര്യം എന്തെന്ന് ഉപഭോക്താക്കളും അറിഞ്ഞു തുടങ്ങി. ചെറുകടികൾ മുതൽ എല്ലാ വിഭവങ്ങൾക്കും ഹോട്ടലുകാർ വില കൂട്ടിയിട്ടുണ്ട്. ഒരു പരിധിവരെ ഗ്യാസ് ക്ഷാമമായിരുന്നു കാരണമെങ്കിലും അത് നീങ്ങിയിട്ടും കൂടിയ വില കുറഞ്ഞിട്ടില്ല. അതിന്റെ കാരണങ്ങൾ അന്വേഷിക്കുകയാണ് ഇന്നത്തെ സമകാലികത്തിൽ. ഹോട്ടൽ വ്യവസായ രംഗത്ത് തങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയെ വ്യക്തമാക്കുകയാണ് ഹോട്ടൽ ഉടമകൾ. ഞാൻ രാമൻ ഹരിശ്രീക്കാട്ട്. ഗ്യാസിന്റെ ശരിക്കും നല്ലൊരു ഇത് നമുക്ക് ബുദ്ധിമുട്ടായത് റേറ്റ് കൂടിയത്. നമ്മള് ഒരു ഔട്ട്ലെറ്റ് ഒക്കെ മതി കൊറോണ വന്നപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ ദോശ, ചപ്പാത്തി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മളിപ്പോ ഗ്യാസിന്റെ വില കൂടിയപ്പോൾ നമ്മളത് നിർത്തിവെച്ചിരിക്കുകയാണ്. നമ്മുടെ സാധാരണക്കാരാണ് അവിടെയൊക്കെ വന്ന് മേടിക്കുന്നത്. അപ്പൊ നമുക്ക് അവരുടെ അടുത്ത് അത്രയും റേറ്റ് കൂട്ടി നമുക്ക് മേടിക്കാൻ പറ്റൂല. അത് കാരണം നമ്മൾ നമ്മൾ നിർത്തിവെച്ചിരിക്കുകയാണ്. പിന്നെ ഇപ്പോഴായാലും ഈ ഓണം തുടങ്ങാൻ പോണു. നമുക്ക് ഇതിന്റെ റേറ്റ് എത്ര വരും എന്ന് നമുക്ക് യാതൊരു ഇതുമില്ല. ഇനിയിപ്പോ ഈ 1-ാം തീയതിയാണ് നമ്മുടെ ഗ്യാസിന്റെ റേറ്റ് കൂടുന്നത്. അതിന് എന്തോരം കൂടും എന്നുള്ള അനുസരിച്ചിട്ടാണ് നമുക്ക് റേറ്റ് കൂട്ടാൻ പറ്റുള്ളൂ. അത് കാരണം ഞങ്ങൾ റേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. ഓണത്തിന്റെ റേറ്റ് ഇതുവരെയായിട്ട് നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല. ആ ഒരു ഇതിൽ നിൽക്കുകയാണ്. പച്ചക്കറിക്കാണെങ്കിലും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. തേങ്ങയ്ക്ക് എല്ലാ സാധനങ്ങൾക്കും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. തേങ്ങയ്ക്കൊക്കെ ഒന്ന് കുറഞ്ഞതായിരുന്നു വില, പിന്നെയും പഴയ ലെവലിലേക്ക് എത്തി ഓണായപ്പോഴേക്കും. കായന്റെ വിലയാണെങ്കിലും എല്ലാത്തിന്റെയും കൂടി നിൽക്കുകയാണ്. ഇതെല്ലാം ബാധിക്കുന്നത് നമ്മുടെ സാധാരണ ആൾക്കാരെയാണ് കൂടുതലായിട്ടും ഇത് ബാധിക്കുന്നത്. നമ്മുടെ ഈ ഇടയിൽ ഉള്ള ആൾക്കാർ മുഴുവൻ ഒരു സാധാരണ ലെവലിലുള്ള ആൾക്കാരാണ്, ഹൈ ലെവലിലുള്ള ആൾക്കാരല്ല. എറണാകുളം സിറ്റി മാതിരിത്തെ ആൾക്കാരല്ല നമ്മുടെ ഇവിടെ താമസിക്കുന്നത്. അപ്പൊ നമ്മുടെ ലോക്കൽ ആൾക്കാരാണ് നമ്മുടെ അടുത്തുനിന്ന് സാധനങ്ങൾ മേടിക്കുന്നത്. നമുക്ക് ഈ ആൾക്കാരുടെ നിന്ന് കൂടുതൽ പൈസ നമുക്ക് അവരുടെ അടുത്ത് മേടിക്കാൻ പറ്റുകയില്ല. അപ്പൊ അതനുസരിച്ചിട്ടുള്ള ഒരു ചെറിയ വില കൂട്ടി നമ്മൾ വിൽക്കുന്നുണ്ട്. ആ ഒരു ചെറിയൊരു ഇത് അവർക്കും നമ്മൾ പണിക്കാർക്കും കൂടുതൽ കൊടുക്കുന്നുണ്ട് പൈസ. എല്ലാത്തിനും വില ഒരുമാതിരി കുറച്ച് എല്ലാ ആൾക്കാർക്കും സാധനങ്ങൾ കിട്ടാനുള്ള ഒരു ഇത് ഉണ്ടാക്കുക. ഇപ്പൊ അരിക്കായാലും അരിയുടെ വില കൂടി. ഇന്നലെ തന്നെ സാധനങ്ങൾ എടുക്കാൻ പോയപ്പോ പഞ്ചസാരയുടെ വില കൂടി, അരിയുടെ വില കൂടി. അരി ഷോർട്ട് ആവും എന്നാണ് പറയുന്നത്. ഓണസമയത്ത് അരി കിട്ടാൻ ചാൻസ് കുറവായിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു ലെവലിലാണ് നിൽക്കണത്. ഇപ്പൊ മിക്കവാറും എല്ലാത്തിനും 5-10 രൂപ വെച്ച് കൂടിയിട്ടുണ്ട്. ശർക്കര, പഞ്ചസാര, തോരപ്പരിപ്പ്, അരി, എല്ലാ സാധനങ്ങൾക്കും 5-10 രൂപ വെച്ച് കൂടിയിട്ടുണ്ട്. ഏത്തക്കായ്ക്ക് ഇനിയും കൂടിക്കൊണ്ടിരിക്കുകയാണ് വില. ഗ്യാസിന്റെ ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന വില 2950, ഒരു 1300 രൂപ അടുത്ത് കൂടിയതാ. അതിൽ നിന്ന് 186 രൂപ നമുക്ക് കുറച്ചിട്ടുള്ളൂ കഴിഞ്ഞ മാസം. ഈ ഓഗസ്റ്റ് 1-ാം തീയതി ആണ് നമ്മുടെ ഈ ഗ്യാസിന്റെ റേറ്റ് കൂടുകയും കുറയുകയും ചെയ്യുന്നത്. കുറയും എന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. അതനുസരിച്ച് നമുക്ക് ജനങ്ങൾക്ക് ഇത്തിരി പൈസ കുറച്ച് കൊടുക്കാം എന്ന് വിചാരിക്കുന്നു. എന്റെ പേര് അനസ് CH മാഞ്ഞാലി. ഞാനൊരു ഹോട്ടൽ നടത്തുന്ന വ്യക്തിയാണ്. ഇപ്പോ ഹോട്ടലുകൾ നേരിടുന്ന ഒരു പ്രതിസന്ധി എന്ന് വെച്ചാൽ വില വർധന തന്നെയാണ്. എല്ലാ സാധനങ്ങളുടെയും വില വർദ്ധിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും വില കൂടിയിരിക്കുകയാണ്. വെജിറ്റബിൾ മുതൽ ബിരിയാണി അരി വരെ ഒക്കെ റേറ്റ് കൂടിയിരിക്കുകയാണ്. ബിരിയാണി അരിക്കാണെങ്കിൽ ഇരട്ടി വില ആയിരിക്കണം. ഇപ്പോൾ ബിരിയാണി അരി 1 കിലോ നല്ല ക്വാളിറ്റി ബിരിയാണി അരി കിട്ടണമെങ്കിൽ 200, 210 ആ റേഞ്ച് വന്നു. ഞങ്ങൾ കൈമ റൈസാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെയൊക്കെ വില ഈ റേഞ്ചാണ്. മുമ്പൊക്കെ അത് 110 രൂപയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ റേഞ്ചായി, 210 റേഞ്ചൊക്കെ ആയി. പിന്നെ ഗ്യാസിന്റെ വില വർധനവ്. വേറെ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ലേബേഴ്സ് ഇപ്പോൾ ഒരാൾക്ക് പെർ ഹെഡ് 1000 രൂപയ്ക്കാണ് ലേബേഴ്സ് ചാർജ് വരുന്നത്. അത് തന്നെ ആളെ കിട്ടാനില്ല. മലയാളികളാണെങ്കിൽ ഒട്ടും കിട്ടാനില്ല. മലയാളികളെയാണ് കൂടുതലും ഹോട്ടൽ മേഖലകൾക്ക് ആവശ്യം. പക്ഷെ അവരെ ഇപ്പൊ കിട്ടാനേ ഇല്ല. അതൊക്കെ ഒരു അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നങ്ങളാണ്. പിന്നെ GST ഞങ്ങൾ 5% നടക്കുന്നത്. ഈ GST അടച്ചു വരുമ്പോൾ മാസം ഞങ്ങൾക്ക് ഒന്നും ബാലൻസ് ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അപ്പൊ GST കുറക്കണമെന്നാണ് എന്റെ അഭിപ്രായം. പിന്നുള്ളതെന്ന് വെച്ചാൽ ഗ്യാസിന്റെ വില വർധനവും നമുക്ക് താങ്ങാൻ പറ്റാത്തതാണ്. ഗ്യാസ് ഞങ്ങൾ മാറ്റി വിറകിലേക്ക് പോയെങ്കിലും ഇപ്പൊ തിരിച്ച് ഗ്യാസിലേക്ക് വന്നേക്കാണ്. കാരണം വിറക് ഇപ്പോൾ കിട്ടാനില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പൊ ഇങ്ങനെ പലവിധ പ്രശ്നങ്ങൾ ഹോട്ടൽ മേഖല അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ പേര് ജയപാൽ, സംസ്ഥാന പ്രസിഡന്റ്, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. വലിയൊരു ബുദ്ധിമുട്ടാണ് ഹോട്ടൽ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം സാധാരണ നമ്മുടെ നിത്യജീവിതത്തിൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കയറാറുണ്ടെങ്കിൽ പോലും ഇപ്പോൾ സമാനതകളില്ലാത്ത ഒരു വിലക്കയറ്റമാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. ചിക്കനും മറ്റും ഏതാണ്ട് 100 രൂപയ്ക്ക് മുകളിലാണ് 1 കിലോ ചിക്കന് വില കൂടിയിരിക്കുന്നത്. ബീഫിന് 100 രൂപയോളം വില കൂടി. അതുപോലെ തന്നെ മത്സ്യം, നിത്യോപയോഗ സാധനങ്ങൾ ഏതെടുത്താലും അരിക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ബിരിയാണി അരിയൊക്കെ ഇരട്ടി വിലയാണ് ആയിരിക്കുന്നത്. സാധാരണ അരിക്കും 15 രൂപ 20 രൂപ വില കൂടിയിട്ടുണ്ട്. പലചരക്ക് സാധനങ്ങൾക്കൊക്കെ വില കൂടി. അതുപോലെ തന്നെയാണ് പച്ചക്കറി. ഇന്നത്തെ പച്ചക്കറി ക്യാരറ്റിന്റെ വില
110 രൂപയാണ്. അപ്പോൾ നമ്മൾ ഓർക്കണം, സവാളയ്ക്ക് 20 രൂപ കിടന്ന സവാളയ്ക്ക് ഇന്നിപ്പോ 35 രൂപയോളം വരികയായി. 50-60%, 100% ഒക്കെയാണ് ഓരോ ഐറ്റത്തിനും വില കൂടിയിരിക്കുന്നത്. അതിനനുസരിച്ച് വില കൂട്ടാൻ ഹോട്ടൽ മേഖലയ്ക്ക് സാധിക്കില്ല. ഈ 3 മാസങ്ങൾക്ക് മുമ്പ് ഗ്യാസിന്റെ വില ഒറ്റയടിക്ക് 1500 രൂപയോളം കൂടിയിരിക്കുകയാണ്. ഇപ്പൊ ഗ്യാസിന്റെ വില വർധനവ്, അതുപോലെ തന്നെ മറ്റ് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം, ഇതെല്ലാം കൂടി സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയാണ് ഹോട്ടൽ മേഖലയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പൊ എന്ത് ചെയ്യണം? സംസ്ഥാന സർക്കാർ, ഞങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മന്ത്രി അനൂപ് ജേക്കബിന്, ഭക്ഷ്യവകുപ്പ് മന്ത്രിക്ക് ഒരു ലെറ്റർ കൊടുക്കുകയുണ്ടായി. കമ്പോളത്തിൽ ഇടപെടണം, നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറച്ചില്ലെങ്കിൽ കേരളത്തിലെ സാധാരണക്കാരെ ആഹാരം കഴിക്കുന്ന ചെറുകിട ഇടത്തരം ഹോട്ടലുകളെ സംബന്ധിച്ചിടത്തോളം ഒരു അടച്ചുപൂട്ടേണ്ടി വരികയോ അല്ലെങ്കിൽ അമിതമായ വിലവർദ്ധന വരുത്തുകയോ ചെയ്യേണ്ടി വരും. അങ്ങനെ വിലവർദ്ധന വരുത്തി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഉപഭോക്താക്കൾ ഞങ്ങളുടെ കടയിൽ കയറില്ല. അപ്പൊ ഞങ്ങളുടെ ബിസിനസ് കുറയും. ഇപ്പൊ തന്നെ തൊഴിലാളികളുടെ ശമ്പളം ഇരട്ടിയോളോ, തൊഴിലാളികളെ കിട്ടാനില്ല, സ്കിൽഡ് വർക്കേഴ്സിന് ശമ്പളം കൂടുതൽ കൊടുക്കണം, വാടകയാണെങ്കിൽ ഓരോ വർഷം ചെല്ലുമ്പോൾ 10% വെച്ച് അതും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ചൊന്നും ഭക്ഷണ സാധനങ്ങൾക്ക് വില കൂട്ടാനോ പറ്റാതെ ഈ മേഖല, കേരളത്തിലെ ഏതാണ്ട് 1 ലക്ഷത്തോളം വരുന്ന തൊഴിലാളികൾ, അവരെ ആശ്രയിച്ച് കഴിയുന്ന ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 50 ലക്ഷത്തോളം പേര് പ്രത്യക്ഷമായിട്ട് പരോക്ഷമായിട്ട് ഈ മേഖല കൊണ്ട് കഴിയുന്നുണ്ട്. അപ്പൊ അവരുടെയൊക്കെ നിലനിൽപ്പ് സർക്കാർ ചിന്തിക്കണം. വലിയൊരു പ്രതിസന്ധിയാണ് ഈ മേഖലയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് സർക്കാർ അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ മേഖലയെ നിലനിർത്തുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് സംസ്ഥാന പ്രസിഡന്റ് എന്ന രീതിയിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കമ്പോളത്തിൽ ഇടപെടണം. കാരണം സർക്കാർ വേണമല്ലോ കമ്പോളത്തിൽ ഇടപെടാൻ. ഇപ്പൊ ചിക്കന്റെ വിലവർദ്ധന വന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് വിലവർദ്ധന വന്നത് പഠിക്കണം. സമൂഹത്തിൽ പെട്ടെന്ന് ഏതെങ്കിലും ഒരു സാധനത്തിന് വിലവർദ്ധന വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്ന് പഠിക്കേണ്ടതും അതിനൊരു പരിഹാരം കാണേണ്ട ചുമതല സർക്കാരുകളുടേതാണ്. അതിന് ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. മൃഗസംരക്ഷണ വകുപ്പ് അടക്കം ഇവിടെ ഒത്തിരിയേറെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. പക്ഷിപ്പനി വളരുമ്പോഴത്തേക്ക് നമ്മൾ ആ മേഖല മുഴുവൻ നിയന്ത്രിക്കില്ലേ? ആ മേഖലയിൽ കോഴിയിറച്ചിയും താറാവും ഒന്നും കൊടുക്കരുതെന്ന് പറയുന്നുണ്ട്. ആ നിയന്ത്രണം പോലെ തന്നെയാണ് സമൂഹത്തിലെ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ അനിയന്ത്രിതമായ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ ആ വിലക്കയറ്റത്തെ എങ്ങനെ തരണം ചെയ്യാമെന്ന് ചിന്തിക്കേണ്ടതും അതിനൊരു പരിഹാരം കാണേണ്ടതുമായ ചുമതല ജനാധിപത്യ സർക്കാരുകൾക്കുണ്ട്. ഞങ്ങളും കൂടി തിരഞ്ഞെടുത്ത സർക്കാരില്ലേ. അപ്പൊ ഞങ്ങളുടെ നിലനിൽപ്പ് വരുമ്പോൾ ഞങ്ങൾ സർക്കാരിന്റെ അടുത്തല്ലേ പരാതി പറയേണ്ടത്. ആ രീതിയിൽ സർക്കാർ ഇടപെടണം. ഇന്ധനക്ഷാമം നിലനിൽക്കുന്ന സാഹചര്യത്തെ വ്യക്തമാക്കുന്നു BPCL റിട്ടയർഡ് സീനിയർ മാനേജർ കൊച്ച് ബേബി മാഞ്ഞൂരാൻ. ഗൾഫ് മേഖലയിൽ നടക്കുന്ന യുദ്ധവും ഹോർമൂസ് കടലിടുക്ക് വഴി കപ്പലുകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള തടസ്സങ്ങളുമാണ് ഇപ്പോഴത്തെ LPG വിലയുടെ വർധനവിനുള്ള പ്രധാന കാരണം. ഇന്ത്യ രാജ്യം ഇപ്പോഴും നമുക്ക് ആവശ്യമുള്ള LPGയുടെ 60% വരെ ഇറക്കുമതിയിൽ കൂടിയാണ് കണ്ടെത്തുന്നത്. ഇതിൽ 90% LPGയും ഹോർമൂസ് കടലിടുക്കിൽ കൂടി സഞ്ചരിച്ചാണ് നമ്മുടെ ഇവിടെ എത്തേണ്ടത്. അപ്പോൾ ഇത്തരം മേഖലയിൽ ഉണ്ടാവുന്ന ചെറിയ പ്രശ്നങ്ങൾ പോലും നമ്മുടെ ലഭ്യമായ സ്റ്റോക്കിനെ പെട്ടെന്ന് അഫക്റ്റ് ചെയ്യും. പിന്നെ സാമൂഹിക പ്രതിബദ്ധത വെച്ച് എന്തെങ്കിലും ഒരു ഷോർട്ടേജ് വരുമ്പോൾ ഗവൺമെന്റും ഓയിൽ കമ്പനികളും എല്ലാവരും എപ്പോഴും ഗാർഹിക ഉപഭോക്താക്കൾക്കാണ് മുൻഗണന നൽകുക. അതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ ഡൊമസ്റ്റിക് സിലിണ്ടറിന് കാര്യമായ ഷോർട്ടേജ് കാണുന്നില്ലെങ്കിലും കമേഴ്സ്യൽ സിലിണ്ടറിന് കൂടുതലായിട്ട് ഷോർട്ടേജ് അനുഭവപ്പെടുന്നത്. പിന്നെ മാർക്കറ്റ് ഡ്രിവൺ പ്രൈസിംഗ് ആണെങ്കിലും ഗാർഹിക LPG സിലിണ്ടറുകൾ ഇപ്പോഴും ഒരു ഗവൺമെന്റ് കുഷനിങ് സിസ്റ്റത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. പക്ഷേ 19 kg കമേഴ്സ്യൽ സിലിണ്ടർ മാർക്കറ്റിൽ വരുന്ന എല്ലാ വ്യതിയാനങ്ങളുടെയും ഷോക്ക് ഏൽക്കേണ്ടി വരുന്നു. അതുപോലെ തന്നെ മാർക്കറ്റിൽ വരുന്ന വില വ്യത്യാസങ്ങളുടെ എല്ലാം തിക്തനുഭവങ്ങളും ആ കമേഴ്സ്യൽ സിലിണ്ടറിന് അനുഭവിക്കേണ്ടി വരുന്നതുകൊണ്ടാണ് അതിന്റെ വില ഗണ്യമായി വർദ്ധിക്കുന്നത്. ഹോട്ടൽ വ്യവസായം നേരിടുന്ന പ്രതിസന്ധിയെ വിശകലനം ചെയ്യുന്നു തൃക്കാക്കര ഭാരത് മാതാ കോളേജ് ഇക്കണോമിക്സ് വിഭാഗം മേധാവി ഡോക്ടർ നിതിൻ തോമസ്. കേരളത്തിൽ ഇന്ന് ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു മേഖലയാണ് ഹോട്ടൽ വ്യവസായം. പുറമേ നിന്ന് നോക്കുമ്പോൾ പുതിയ ഹോട്ടലുകൾ ഒരുപാട് തുറക്കുകയും ഓൺലൈൻ ഡെലിവറികളുടെ എണ്ണമൊക്കെ വളരെ വലിയ രീതിയിൽ കൂടുന്നതൊക്കെയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഈ വ്യവസായത്തിന്റെ സാമ്പത്തിക യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അത് മറ്റൊന്നാണ്. കാരണം നമുക്കറിയാം, പശ്ചിമേഷ്യയിലുണ്ടായ യുദ്ധത്തിന്റെ ഫലമായിട്ട് ഇന്ധന വില വലിയ രീതിയിൽ വർദ്ധിച്ചു എന്നുള്ളത്. എന്നാൽ നമ്മുടെ രാജ്യത്ത് അത് ജനങ്ങളിലേക്ക് പകർന്ന രീതി അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്തത് ഘട്ടം ഘട്ടമായിട്ടാണ് കൂടുതലും ട്രാൻസ്മിറ്റ് ചെയ്തത്. സർക്കാർ ആദ്യം വില കൂട്ടിയത് കമേർഷ്യൽ സിലിണ്ടറുകൾക്കാണ്. 1500 രൂപയൊക്കെ ഉണ്ടായിരുന്നിടത്ത് നിന്ന് ഏതാണ്ട് 3000 ഇരട്ടിയിലധികം രൂപയിലേക്കൊക്കെ കമേർഷ്യൽ സിലിണ്ടറുകളുടെ വില വർദ്ധിച്ചു. ഇത് ഈ ഹോട്ടൽ വ്യവസായത്തെ വലിയ രീതിയിൽ ബാധിക്കുന്ന കാഴ്ചയാണ് ഉണ്ടായത്. ഇത്തരത്തിലുള്ള വിലക്കയറ്റത്തിന്റെ 2ാം ഘട്ടമാണ്, ഇന്ധന വില വർധനയുടെ 2ാം ഘട്ടമാണ് അവശ്യ സാധനങ്ങളുടെ വില വർധനവ്. ഇന്ന് നമുക്കറിയാം, പച്ചക്കറി അതുപോലെ ഇറച്ചി സാധനങ്ങൾക്കൊക്കെ വലിയ രീതിയിലുള്ള വില കൂടിയത്. ബീഫിന് കിലോയ്ക്ക് 500 രൂപയും മട്ടണിന് കിലോയ്ക്ക് 1000 രൂപയും ഒക്കെ വന്നത് ഈ അടുത്ത കാലത്ത് ഉണ്ടായ വാർത്തകളാണ്. അപ്പൊ ഇത്തരത്തിൽ ഈ ഹോട്ടൽ വ്യവസായത്തിന്റെ ചിലവ് വളരെ ഗണ്യമായി കൂടി. എന്നാൽ ഇത്
കൺസ്യൂമേഴ്സിലേക്ക് പാസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് അടുത്തതായി നമ്മളെ അലട്ടുന്നത്. കാരണം ഇന്ന് കൊച്ചിയിൽ ഒത്തിരി ഹോട്ടലുകൾ വന്നു എന്നുള്ളതാണ്. ഹോം മെയ്ഡ് സംരംഭങ്ങൾ, ഹോം ഷെഫുകൾ, ക്ലൗഡ് കിച്ചണുകൾ, ഓൺലൈൻ ഡെലിവറികൾ, ഈ പറയുന്ന ഡെലിവറി പ്ലാറ്റ്ഫോമുകളുടെ ഒക്കെ വർധനവോടുകൂടി ഒരുപാട് ഓപ്ഷൻസ് കസ്റ്റമേഴ്സിന് വന്നതോടുകൂടി പരമ്പരാഗതമായി ഹോട്ടൽ വ്യവസായത്തിൽ നിൽക്കുന്നവർക്ക് വലിയ രീതിയിലുള്ള വെല്ലുവിളിയാണുള്ളത്. അവരുടെ വർദ്ധിച്ച ചെലവ് ഉപഭോക്താക്കളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഈ വിപണിയിലെ ഇന്റൻസ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ കാരണം അത്ര പോസിബിൾ അല്ല എന്നുള്ളതാണ് ഇതിലെ യാഥാർത്ഥ്യം. അത് ഈ ഹോട്ടൽ വ്യവസായത്തെ വലിയ രീതിയിൽ പിന്നോട്ടടിക്കുന്നു. ഒരുപാട് ആളുകൾക്ക് വലിയ ഫിനാൻഷ്യൽ സ്ട്രെസ് വരികയും പലരും പൂട്ടിപ്പോകലിന്റെ വക്കിലുമാണ് എത്തിയിരിക്കുന്നതെന്നുള്ളതാണ് ഒരു സാമ്പത്തിക യാഥാർത്ഥ്യം. അതോടൊപ്പം തന്നെ അതിഥി തൊഴിലാളികളിലുണ്ടായ ഒരു കുറവ്, നമ്മുടെ ഇലക്ഷനും സെൻസസ് പോലെയുള്ള പ്രക്രിയകൾ മൂലം അതിഥി തൊഴിലാളികളുടെ ഒരു കുറവ് കേരളത്തിൽ കാണുന്നുണ്ട്. അത് തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഒരു വെല്ലുവിളിയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ മേഖല നേരിടുന്നത് വലിയ കുതിച്ചുയരുന്ന ചെലവും, എന്നാൽ ആ ചെലവ് കൃത്യമായി വിപണിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു സവിശേഷ സാഹചര്യമാണ്. ഞങ്ങൾ എക്കണോമിസ്റ്റുകളുടെ ഭാഷയിൽ പറഞ്ഞാൽ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷനും അതോടൊപ്പം തന്നെ ഇന്റൻസ് മാർക്കറ്റ് കോമ്പറ്റീഷനും രണ്ടും ഒന്നു ചേർന്ന് വരുമ്പോൾ വ്യവസായങ്ങൾക്കുണ്ടാകാവുന്ന ഒരു സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിൽ ഉരുത്തിരിഞ്ഞു വരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഈ ഒരു വ്യവസായത്തെ നിലനിർത്തേണ്ടത് അല്ലെങ്കിൽ സംരക്ഷിച്ചു നിർത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെ ആവശ്യമാണ്. സർക്കാരിന് ഈ കാര്യങ്ങളിലൊക്കെ ചില നടപടികൾ എടുക്കാനായിട്ട് കഴിയും. വാണിജ്യ സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നതിൽ ചില സബ്സിഡികൾ കൊടുക്കാൻ സാധിച്ചാൽ, അതുപോലെ തന്നെ കമേഴ്ഷ്യൽ ഇലക്ട്രിസിറ്റി ഒരു പ്രധാനപ്പെട്ട കോസ്റ്റ് ആണ്, അതിലൊരു താരിഫ് അല്ലെങ്കിൽ അതിലൊരു സബ്സിഡി കൊടുക്കാൻ പറ്റിയാൽ, അത്തരത്തിൽ അതുപോലെ തന്നെ ഈ ഹോട്ടൽ ഓണേഴ്സിന് ഒരുമിച്ച് നിന്ന് ഒരു അസോസിയേഷൻ രൂപീകരിച്ച് അവരുടെ പ്രൊക്യൂർമെന്റ് ഒക്കെ സെൻട്രലൈസ്ഡ് ചെയ്യാൻ പറ്റിയാലൊക്കെ ഈ കോസ്റ്റ് കുറയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്താനായിട്ട് പറ്റും. ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട്. കാരണം ഈ ഒരു ഇൻഡസ്ട്രി ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. നമ്മുടെ എക്കോണമിയിൽ വലിയ രീതിയിൽ പണം സർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഇൻഡസ്ട്രിയുമാണ്. മാത്രമല്ല നമ്മുടെ നാട്ടിലെ ആളുകൾ കൂടുതൽ ഹോട്ടൽ ഫുഡ് കഴിക്കണമെന്നും അത്തരത്തിലൊരു കൺസംഷൻ പാറ്റേണിലൊക്കെ മാറ്റം വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹോട്ടൽ ഇൻഡസ്ട്രി നിലനിൽക്കേണ്ടത് നമ്മുടെ എക്കോണമിയുടെ ആരോഗ്യത്തിന്റെ ആവശ്യമാണ്. ഏത് നഗരത്തിൽ പോയാലും ആ നഗരത്തിലെ ഏറ്റവും ചാലകമായി അല്ലെങ്കിൽ ഏറ്റവും അധികം വർക്ക് ചെയ്യുന്നത് ഹോട്ടൽ ഇൻഡസ്ട്രിയാണ്. അപ്പോൾ കൊച്ചിക്കും കേരളത്തിനും, മുന്നോട്ട് കുതിക്കുന്ന നമ്മുടെ കൊച്ചിക്കും കേരളത്തിനും ഈ ഇൻഡസ്ട്രിയെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതും ആവശ്യമാണ് എന്നാണ് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റുക. അവശ്യ സാധനങ്ങളുടെ വിലവർധനയിൽ ഹോട്ടലുകൾക്ക് പിടിച്ചു നിൽക്കാനാവാത്ത സാഹചര്യം സാമൂഹിക ജീവിതത്തിന്റെ താളം തെറ്റിക്കും. ചെറുകിട സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് പ്രതിദിന പ്രവർത്തന ചെലവുകൾ പോലും കണ്ടെത്താനാകാത്ത സ്ഥിതിയിൽ അധികൃതർ അടിയന്തര ഇടപെടൽ നടത്തേണ്ടത് അത്യാവശ്യമാണ്. വാണിജ്യ ആവശ്യത്തിനായുള്ള സിലിണ്ടറുകളുടെ വിലക്കയറ്റവും കേരളത്തിലെ കരി പ്രതിസന്ധി, ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വേതന വർധന, ഇതിലെല്ലാം പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. ഹോട്ടലുകളുടെ സുരക്ഷിതമായ പ്രവർത്തനവും സുഗമമായ നടത്തിപ്പും സാമൂഹിക അന്തരീക്ഷത്തെ മികച്ചതായി നിലനിർത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. നിർവഹണം റിയ, സഹകരണം ഹസീന. സമകാലികം.